കൂട്ടുകാരെ, ക്രിസ്തുമസിന് ഒരു വായനായാലോ? അതിനുവേണ്ടി 1 കിലോ മുന്തിരി നന്നായി കഴുകിയെടുക്കാം. ഇതിലോട്ട് ഒരു 5-7 ക്ലാവ്, 7-8 ഏലക്ക, 4-5 പട്ട, ഒരു 2 സ്പൂണ് ഈസ്റ്റ്. ഇനി ശർക്കര, അതായത് പഞ്ചസാര, 3/4 കിലോ പഞ്ചസാര, 1 കിലോയ്ക്ക് 3/4 കിലോ പഞ്ചസാര, 5 ലിറ്റർ വെള്ളം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് 13 ദിവസം നമ്മളിത് അടച്ചു വെക്കണം കേട്ടോ. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനൊരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ അതിലോട്ട് 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് ബ്രോക്കൺ വീറ്റ്, അതായത് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നന്നായി അരിച്ചെടുക്കാം. ഞാനിങ്ങനെ ചൂടോട് കൂടിയാണ് ചേർത്തത്. ചൂടാറിയിട്ട് വേണമെങ്കിൽ ചേർക്കാം, എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമ്മളത് അടച്ചു വെച്ച് മൊത്തം 15 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് കാരമലൈസ് ചെയ്തത്. 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അരിച്ചെടുത്തത് കേട്ടോ. അരിപ്പയിലോട്ട് നമ്മൾ അരിച്ചെടുക്കാണ്. ഇപ്പോഴേ തന്നെ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസിൻ്റെ കളറൊക്കെ ചെറുതായൊരു റെഡ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായി അരിച്ചെടുത്ത് നമ്മൾ കൈ വെച്ചിട്ട് ആ മുന്തിരി നന്നായി കൈകൊണ്ട് ഉടച്ചു കൊടുക്കുക. അത് നന്നായി അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക. ആ മുന്തിരിയിലെ എസൻസ് ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ അത് നന്നായി അരിച്ചെടുത്തതും ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനതൊരു ബോട്ടിലുകളിൽ ഒന്നും കൂടി അരിച്ചെടുക്കുകയാണ്. 21 ദിവസം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനത് കുപ്പിയിൽ 21 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എൻ്റെ കുപ്പി ഉടഞ്ഞു പോയി. അപ്പോൾ അത് ഞാനത് ഭരണിയിലോട്ട് മാറ്റി ഒഴിക്കുകയാണ്. നല്ല എയർ താങ്ങാണ്ട് എൻ്റെ ഒരു കുപ്പി ഉടഞ്ഞു പോയി. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ എല്ലാ കുപ്പികളും ഒരു ഭരണിയിലോട്ട് അടച്ചു വെച്ച് 21 ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 21 ദിവസത്തിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ബോട്ടിലിൽ തുണിയൊക്കെ കെട്ടിയിട്ട് ആ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. കുറേശ്ശെ വീഴുള്ളൂ, കാരണം നന്നായിട്ട് വടി കെട്ടി വീഴണം. അതുകൊണ്ട് ഞാൻ 3 ലെയർ തുണിയാണ് വെച്ചത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് വൈൻ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ 15 ദിവസം റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് വീണ്ടും 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതൊരു ഇരുന്ന് ക്ലീൻ ആവും. ഇന്ന് മുന്നിട്ടതാണ് കേട്ടോ ഞാൻ ഇനി കാണിക്കാൻ പോണത്. ഇപ്പം 21 ദിവസത്തെ വൈനാണ് ഇത് കാണിക്കുന്നത്. ഇനി ഞാൻ ഇതിന് മുന്നേ ഒരു 6 മാസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വൈൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. അത് പക്ക വൈനായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ വൈൻ ഇരിക്കും തോറും വീര്യം കൂടുന്നു പറയില്ലേ, ആ കാണിച്ചു തരാം. അതെങ്ങനെയാന്ന് കണ്ടില്ലേ, വൈൻ ഇരിക്കും തോറും വീര്യം കൂടുന്നതാണ്. 6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇട്ടിരുന്ന വൈൻ നോക്കിയേ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസിന് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒഴിക്കുന്നത്. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. കണ്ടില്ലേ, അസാധ്യ ടേസ്റ്റ് എന്ന് വെച്ചാൽ അസാധ്യ ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്യുക. ഇത് ട്രൈ ചെയ്ത അതേ വൈനിൽ തന്നെ പ്ലം കേക്കിനുള്ളത് സോക്ക് ചെയ്യുക. അപ്പം ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാം. ബൈ ബൈ.